പൂശാൻ അയാളോട് പറഞ്ഞേരെ ദേവിക്ക് ജാമ്യം കിട്ടിയെന്ന്. പോലീസ് സ്റ്റേഷൻ കുറെ അമ്മച്ചി, അപ്പച്ചൻ വർഷപ്പൊന്ന് വഴക്കുണ്ടാക്കാൻ തോന്നുന്നു. ആ മനുഷ്യന് ആർക്ക് സ്വൈര്യം കൊടുക്കൂലെന്നാ തോന്നുന്നത്. നീ വാ. കേട്ടടാ, കിടന്ന് കുറയ്ക്കാതെ. ബേബിക്ക് മത്ത് പിടിച്ചെന്ന് എനിക്കറിയാം. ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അപ്പുറത്ത് പോയി ഒളിച്ചിരിക്കായിരുന്നു. ബേബിക്ക് ആരുടെ അവതാരത്തിന്റെ ആവശ്യമില്ല. എനിക്ക് നല്ല പിടിയുണ്ട് മുകളില്. ആശാൻ ഇതുവരെ മനസ്സിലായാലും തോന്നുന്നു. പിന്നെ നിന്റെ പിടിക്ക് ഇച്ചിരി ഊക്ക് കൂടുതലാ. എടാ, മാനവ മര്യാദക്ക് ജീവിക്കാൻ നോക്കണം. അതെണ്ടി തിരിഞ്ഞ് അങ്ങനെ നടക്കുക. നിന്നോളം വളർന്നൊരു മോളില്ലേ നിനക്ക്? ഇങ്ങോട്ട് മാറിക്കേ. അതേ, സൃഷ്ടിച്ചാ മാത്രം പോരാ, ഉണ്ണാനും ഉടുക്കാനും അല്പം മനസ്സമാധാനം കൊടുക്കണം. തന്തയാന്ന് പറഞ്ഞ് നടക്കുക. ആശാനെ, ആശാൻ എന്തിനാ ഈ കാലമാടനോട് സംസാരിക്കുന്നത്? കയ്യോക്കുള്ളവരുണ്ടല്ലോ ഇവിടെ. ആ ചെകിട്ടത്തൊന്ന് കൊടുത്തിട്ട് പുറത്തിറക്കി ഇവിടെ ഇയാളെ. മോളെ, നീ ഇവരുടെയൊക്കെ ധൈര്യത്തിലെ കിടന്ന് വിളയുന്നെന്ന് എനിക്ക് അറിയാം. നിന്നെ ഭൂമിക്ക് വേണ്ടി വെച്ചക്കത്തിലടി. കുറച്ച് നാളായി ഇതേ സഹിക്കുക. എന്റെ നാശം കാണാൻ വേണ്ടിട്ട് കാത്തിരിക്കുക. മാറടി. വർക്ക്ഷോപ്പിലെ കൂത്താട്ടം കുറെ കാലമായി നിന്നെ സഹിക്കുന്നത്. മാറിക്കടി. നിന്നെ കൊന്നാലോ എന്നോട് ആരും ചോദിക്കത്തടി. മാറിക്കട അങ്ങോട്ട്. വേണ്ട, ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കി ഈ കൈ ഒന്നുകൂടി പൊക്ക്. പൊക്കിയാ നീ എന്ത് ചെയ്യടാ? നിന്നെ പച്ചയ്ക്ക് കൊത്തി നുറുക്കും ഞാൻ. എന്താ സംശയമുണ്ടോ? പെണ്ണുങ്ങളെ തല്ലുള്ള ശീലം തനിക്കുള്ളൂ. നല്ല ആണുങ്ങളെ താൻ കണ്ടിട്ടില്ല. താൻ വലിയ തന്റെ അടിയല്ലേ? പൊക്കടാ. ഇന്നു മുതൽ ഈ മുഖം ബേബി മറക്കലടാ. ഓർത്തു വെച്ചോ. ദേ, ഈ മുഖം കൂടി. ബേബി നിന്നെ ഒന്നും പേടിച്ചു പോവല്ലടാ. നമ്മൾ നേർക്കുനേറൊന്ന് കാണും. ആശാന്റെ പുതിയ അവതാരത്തോട് എന്നെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്തേരെ. നിന്നെ കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത്? നീ പണ്ട് മണ്ണപ്പിച്ചുണ്ട കാര്യം പറയണോ? പോടാ പോടാ അവിടുന്ന്. നീ പോ. മോളെ, 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 മാറിക്കടാ. മോളെ, ആശാനെ, എന്റെ മോളെ. വണ്ടി വിളിക്കടാ. എന്തായാലും കർത്താവ് തുണച്ചു. 6 സ്റ്റിച്ചുണ്ടെന്നല്ലാതെ മറ്റൊന്നും എൻ്റെ മോൾക്ക് സംഭവിച്ചില്ലല്ലോ. വീണ് കഴിഞ്ഞ് ഒന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ അയാൾ സ്നേഹമുള്ളതല്ലേ അമ്മച്ചി? നിന്റെ അപ്പച്ചൻ മാത്രം കണ്ണി ചോരയില്ലാത്തവനായിപ്പോയി. ഊരും പേരും അറിയാത്ത അയാൾ വലിയ കാരുണ്യമാ കാട്ടിയത്. എന്താ അമ്മച്ചി അപ്പച്ചന് നമ്മളോട് ഇത്ര ശത്രുത? ഞാനിപ്പോൾ വീടും സ്ഥലവും വിൽക്കാൻ തടസ്സമാണെന്നല്ലേ പറയുന്നത്? കടം വീട്ടാതെ പലിശ കയറി മൂടിയുന്നു, ഇത് സത്യം. പക്ഷെ ബാങ്കുകാരുടെ കാല് പിടിച്ച് എങ്ങനെയെങ്കിലും വസ്തു പോകാതെ കഴിച്ചു കൂട്ടാനാണ് ഞാൻ വിചാരിക്കുന്നത്. അയാൾ അത് വിറ്റു തുലച്ചാൽ നമ്മൾ രണ്ടുപേരും വഴിയാധാരമാവും മോളെ. മദ്യക്കച്ചവടത്തിൽ ഏർപ്പെട്ടതുകൊണ്ടല്ലേ കേസ് വന്ന് ജാമ്യത്തുക അടക്കം കോടതിയിൽ കാശ് കെട്ടിവെക്കേണ്ടി വന്നത്. ഒന്നും നമ്മളായിട്ട് വരുത്തിയതല്ലോ. ഇതൊന്നും ഒരു കാരണമല്ല അമ്മച്ചി. സ്നേഹമുള്ളൊരപ്പൻ്റെ മകളായി വളരാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നില്ല. ഏറെ സ്നേഹം തന്നൊരു അച്ഛനമ്മയും കുഞ്ഞുനാൾ നഷ്ടപ്പെട്ടവനാണ് ഞാൻ. അതും ഒരു ഭാഗ്യക്കേടായി വേണമെങ്കിൽ കാണാം. പക്ഷെ ഞാൻ ജീവിക്കുന്നത് എൻ്റെ പെങ്ങൾക്ക് വേണ്ടിയാ. ഇയാൾക്ക് തൻ്റെ അമ്മയുടെ സ്നേഹം മാത്രം പോരെ ജീവിതത്തിൽ വെളിച്ചമേകാൻ. നമ്മൾ പറയില്ലേ സ്വർഗത്തിലെയും നരകത്തിലെയും കഥകൾ? അതുപോലെ ദൈവം ഈ കൂട്ടർക്ക് അങ്ങനെ ഒരു വിധി നടപ്പാക്കും. അതൊരു സത്യം തന്നെയാണ്. ഇങ്ങനെയൊക്കെ പറയുന്നോണ്ട് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കാന്ന് കരുതണ്ട. മോന്റെ വീട് എവിടാണെന്ന് പറഞ്ഞില്ലല്ലോ. പരിചയപ്പെടാനുള്ളൊരവസ്ഥയിലായിരുന്നില്ലല്ലോ നമ്മൾ. അതുകൊണ്ട് ചോദിച്ചതാ. പുതുശ്ശേരിക്കാവ് കേരളത്തിന്റെ വടക്കൻ പ്രദേശത്തുള്ള ഒരു ഗ്രാമ. കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ പെങ്ങക്ക് വേണ്ടിയാ ജീവിക്കുന്നതെന്ന്. അച്ഛനും അമ്മയും എങ്ങനെയാ നഷ്ടപ്പെട്ടെ?
അവർ മാത്രമല്ല, എൻ്റെ ഏട്ടനുണ്ടായിരുന്നു. പറയുമ്പോൾ എനിക്കെൻ്റെ പെങ്ങളെ കാണുമെന്ന് തോന്നും. അതങ്ങനെയാ.